അപ്പോൾ ഞാൻ പിന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ ശരിക്ക് ഈ റോഡാണ് ഏറ്റവും നല്ലത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലച്ചിൻ്റെയും ബ്രേക്കിൻ്റെയും ആക്സിലേറ്ററിൻ്റെയും നമ്മുടെ നാറിയ ഉദ്യോഗസ്ഥര് അവര് ഈ റോഡിലൂടെ പോകുമ്പോൾ ആത്മഹത്യ ചെയ്ത അയാളേക്ക് ഓർമ്മ വരികയാണ്. അന്ന് ഞാൻ ഒറ്റപ്പാലത്ത് ബസ്സിലാണ്. അപ്പോൾ പിന്നെ അതാവും ഒരു നിയമ ഉദ്യോഗസ്ഥന്റെ നീതിപീഠത്തിന്റെ കസേരയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ അല്ലെങ്കിൽ ഒരു ദൈവത്തെ പോലെ കാണുന്ന ഓരോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മടിയൻ മല ചുമക്കുന്നതാണ്. അത് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞത്, ഞാൻ മറ്റുള്ളവരെ അനുഭവത്തിലൊന്നും പറയുന്നില്ല, ഞാൻ എൻ്റെതായ അനുഭവത്തിൽ പറയാം. ഞാനും ശരിക്കിപ്പോൾ മല ചുമക്കാനുള്ള ഒരു പരിപാടിയിലാണ്. മടിച്ച് ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കും മടിയായി പിന്നെ വാഹനം ഓടിക്കാൻ ചെറുതായിട്ട്, അതായത് മൂപ്പർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും സൈഡാക്കണം. സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് എവിടെ അറിയോ? നമ്മുടെ ആനക്കട്ടി തെങ്കര റോഡിലാണ്. അപ്പോൾ ഇതിൻ്റെ വർക്ക് ഇവിടേക്ക് ഓട്ടം വന്ന കേട്ടോ. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മളൊക്കെ ഇതിക്കടെ പോകേണ്ടതാണ്. അപ്പോൾ ഇവിടെ റോഡിൻ്റെ വർക്ക് ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ രാവിലെ കൊണ്ട് വരുന്നുള്ളൂ. ഇവിടെയൊക്കെ ഇതിപ്പോൾ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇത് പ്രത്യേകിച്ച് എളുപ്പ വഴികളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെയൊക്കെ ഇത് മലയുടെ ചുവട് ഭാഗമാണ്. അപ്പോൾ ആനക്കട്ടി അട്ടപ്പാടി മല അറിയില്ലേ? അപ്പോൾ ചുവട് ഭാഗമാണ് ഇവിടെ. അപ്പം മലയുടെ മല ഭാഗത്തുള്ള മണ്ണൊക്കെ ഈ ഇടത് വശത്ത് കാണുന്നെങ്കിൽ അത് വേസ്റ്റാണ്. ഇത് ഇട്ടിട്ട് വേണം നികത്താൻ. അപ്പോൾ മഴ പെയ്തിട്ട് ചെറുതായിട്ട് ഒരു കുളമായ ഒരു പ്രശ്നം പോലെ തോന്നുന്നുണ്ട്. അല്ല, വെയിലിൻ്റെ അന്തരീക്ഷം ഉണ്ടെന്ന് പറയാം കേട്ടോ. അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ ശരിക്ക് ഈ റോഡാണ് ഏറ്റവും നല്ലത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലച്ചിൻ്റെയും ബ്രേക്കിൻ്റെയും ആക്സിലേറ്ററിൻ്റെയൊക്കെ കൺവെർട്ടിങ്, അതായത് അങ്ങോട്ട് എങ്ങനെ ചവിട്ടണം, എങ്ങനെ മെല്ലെ എടുക്കണം എന്നൊക്കെ നിങ്ങൾക്ക് ഈ റോഡിലാണ് ശരിക്കും പഠിക്കാം. ശരിക്കും നിങ്ങൾ ഈ പഴയ റോഡ് കൂടെ കയറ്റങ്ങളും ഇറക്കങ്ങളും വളവുകളൊക്കെ ഉള്ള റോഡ് കൂടെയാണ് നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കേണ്ടത്. അപ്പോഴാണ് നിങ്ങൾക്ക് ശരിക്ക് ഡ്രൈവിംഗ് പഠിക്കുള്ളൂ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനത്തെ ചെറപ്പാടം എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ആനക്കട്ടി തെങ്കര റോഡിൽ ഉള്ള ചെറപ്പാടം. ആനക്കട്ടി മണ്ണാർക്കാട് റോഡാണ് പറഞ്ഞത്. അയ്യോ, പറയാൻ പറ്റില്ല. ഇത് നമ്മുടെ കോങ്ങാട് റോഡ് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ കാഞ്ഞിരപ്പുഴ റോഡ് എങ്ങനെയായിരുന്നു, ഇപ്പോൾ എന്താണ് അവരൊക്കെ എന്താ പറയുന്നത്? അപ്പോൾ അതാണ് നമ്മൾ ഒരാളെ പിന്നെ അല്ലെങ്കിൽ നമ്മൾ പ്രാകുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് വേണം എപ്പോഴും. അതെ, കാലം നിങ്ങളടുത്ത് കണക്ക് ചോദിക്കുന്നത് പറഞ്ഞാൽ വെറുതെ അല്ല. അപ്പോൾ ഇവിടെ അതിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ അതൊക്കെ ഒന്ന് കാണട്ടെ. കൂട്ടത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ പണികൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പൊടിയുടെ ശല്യം നല്ലോണം ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ പെട്രോൾ ടാങ്കിൽ പെട്രോളിയം വണ്ടിയിൽ വെള്ളം കൊടുന്ന് തളിക്കുന്നുണ്ട്.
അപ്പോൾ അത് വരുന്നുണ്ട്, അവർ മെല്ലെ മെല്ലെ വരുന്നുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ വെള്ളം ഒഴിക്കണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ചളി ഇതൊക്കെ ഫില്ലാവും വണ്ടികൾ അങ്ങോട്ടും ഇങ്ങനെ പോകുമ്പോൾ. അതാണ് സംഭവം. അപ്പോൾ നല്ല അടിപൊളി റോഡായിട്ടാവും ഇനി വരിക. പിന്നെ അടുത്ത ടെൻഡർ പറഞ്ഞു കഴിഞ്ഞാൽ ആനക്കട്ടി പിന്നെ അകളി ആ ഭാഗത്തേക്കുള്ള റോഡ്, അതായത് അട്ടപ്പാടി ചുരം മൊത്തം അടിപൊളി റോഡാക്കുന്നതാണ്. നമ്മുടെ മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ കോങ്ങാടൊക്കെ കണ്ടിട്ടില്ലേ, അതേപോലെ അടിപൊളി റോഡാണ്. ഇല്ലെങ്കിൽ മാവോയിസ്റ്റുകാർ കൊല്ലുന്ന പറഞ്ഞത് അതിപ്പോൾ അത് ആദ്യം തന്നെ അവർ നോട്ടീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അട്ടപ്പാടി ചുരത്തുകടെ ഞങ്ങളുടെ ഈ റോഡ് ശരിയാക്കിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ അധികാരികളെ, അതായത് ആ റോഡിൻ്റെ കോൺട്രാക്ടറെ അവരെ കൊല്ലുന്നു. ഇപ്പോൾ നമുക്ക് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ കൊളപ്പള്ളി പിന്നെ ഒറ്റപ്പാലം റോഡ് പിന്നെ ശരിയാക്കി ഏകദേശം 10-15 വർഷമായി തോന്നുന്നു, 15-16 വർഷമായിട്ടുണ്ടാവും. ആ റോഡിൻ്റെ കോൺട്രാക്ടർ അവസാനം ആത്മഹത്യ ചെയ്യുന്നത്. അതായത് നമ്മുടെ നാറിയ ഉദ്യോഗസ്ഥര് അവര് ഈ റോഡിലൂടെ പോകുമ്പോൾ ആ ആത്മഹത്യ ചെയ്ത അയാളേക്ക് ഓർമ്മ വരികയാണ്. അന്ന് ഞാൻ ഒറ്റപ്പാലത്ത് ബസ്സിലാണ്. അപ്പോൾ പിന്നെ അതിന് കൂട്ടുനിന്ന എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ടോ അവരുടെയൊക്കെ കുടുംബത്തിലെ തലമുറ എങ്ങനെയാവും നിങ്ങൾക്ക് അറിയോ? അത് പിന്നെ എങ്ങനെയൊന്നും നമുക്കറിയില്ല. മേലെ ഒരാൾ ഇതൊക്കെ എഴുതി വെക്കുന്നുണ്ടാവും. പിന്നെ ആ കോൺട്രാക്ടർ തൂങ്ങി വെച്ചിട്ട് അവരുടെ കുടുംബം അനാഥനായി. അപ്പോഴേ അവിടെ വർക്ക് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്ത ആ കോൺട്രാക്ടറെ പറ്റി പറയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നാം. ചിലപ്പോഴൊക്കെ ഞാൻ ഈ റോഡിൽ നിൽക്കുന്ന കോൺട്രാക്ടറെ കുറിച്ച് ആലോചിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ കേരള സർക്കാരില്ലേ, അവർ ചിലപ്പോൾ പറ്റിക്കുവേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പൊതുവേ അതായത് ഇപ്പൊ കൂടുതലും പിന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നതന്നെയാണ് കൈക്കൂലിയായിട്ട്. ഇപ്പോൾ മിനിഞ്ഞാന്ന് 4 ദിവസം മുന്നേ ഒരു ചീഫ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വസതിയിൽ വെച്ചിട്ട് കോടികൾ രൂപ 5 ചാക്കിൽ കെട്ടിക്കിടന്നതായി കണ്ടു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ. അത് നാശനഷ്ടത്തിൻ്റെ കണക്കെടുക്കുമ്പോഴാണ് അത് അറിയാൻ കഴിഞ്ഞത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വാർത്ത കാണുമ്പോൾ, വാർത്തയിൽ കേൾക്കുമ്പോൾ അത് മൊഴി മാറ്റി പറഞ്ഞു എന്നാണ് പറയുന്നത്. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അതിൻ്റെതായ മാഫിയകളുണ്ടാവും. ഒരു നിയമ ഉദ്യോഗസ്ഥൻ്റെ, നീതിപീഠത്തിൻ്റെ കസേരയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ, അല്ലെങ്കിൽ ഒരു ദൈവത്തെ പോലെ കാണുന്ന ഓരോ പിന്നെ ശിക്ഷ അനുഭവിക്കുന്ന പ്രതികളുടെ ഒരു ദൈവമായിട്ടാവും ആ യശ്വന്ത് വർമ്മ പറഞ്ഞ ഒരാളെ കാണുക. അല്ലെങ്കിൽ നമ്മുടെ ഓരോ ആൾക്കാരും സുപ്രീം കോടതി വരെ പറയാൻ പറ്റില്ല. അപ്പോൾ ഇവരൊക്കെ തെമ്മാടിത്തരം ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവർ തെമ്മാടിത്തരം ചെയ്യാതിരിക്കുമോ? എന്താ അയാൾക്കായ എനിക്ക് പറ്റില്ലെന്ന് ചോദിക്കാം. ഓനൊക്കെ ചെയ്യാം, എന്താ എനിക്ക് ചെയ്താ? അതാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യ എന്ത് രാജ്യമാണ്, എന്ത് ഇതാണ്. അത് സൗദി അറേബ്യത്തെ നിയമം ഇവിടെ കൊണ്ടുവരണം. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കട്ട് കഴിഞ്ഞാൽ ഒരാളെ പറ്റിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചതിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ കയ്യും തലയും കാലൊക്കെ വെട്ടുക, എന്നിട്ട് വെറുതെ ഇരുത്തുക, എന്നിട്ട് അവരെന്നെ ചെലവിന് കൊടുക്കും. ആ സർക്കാരിനെ അവർക്ക് ഭക്ഷണം കൊടുക്കും. ശരിക്കും അതാ ചെയ്യണ്ടേ? അല്ലെങ്കിൽ പിന്നെ കൊല്ലണം, നടു റോഡിൽ വെച്ചിട്ട് തൂക്കിക്കൊല്ലണം. അതാണ് ചെയ്യേണ്ടത്. പിന്നെ അവൻ ആ തെറ്റ് ചെയ്യുമ്പോൾ അവന് ആ സമൂഹത്തിലുണ്ടായ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തണം. അതാണ് വേണ്ടത്. അപ്പോൾ റോഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ കാഴ്ചയിൽ കണ്ടിട്ടുണ്ടാവുമോ എന്തൊക്കെയാണ് കാര്യങ്ങൾ അവിടെ നടക്കണമെന്നുള്ളതൊക്കെ. ഇവിടുന്ന് അങ്ങോട്ട് തെങ്കരയിൽ നിന്ന് അങ്ങോട്ട് അടിപൊളി റോഡാണ്. നമുക്ക് കുറച്ച് സ്പീഡ് പോവാം. റോഡിൻ്റെ
പറ്റിയിട്ട് ഒന്നും പ്രതികരിക്കുന്നില്ല. അപ്പോൾ അപകടം ഉണ്ടായിട്ട് അവരുടെ കുടുംബത്തിൽ, ഈ അപകടം ഉണ്ടായ ആളെ കുടുംബത്തിൽ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പോലും ആ റോഡിൻ്റെ ഒരു റിവ്യൂ അവർ പറയുന്നില്ല. അപ്പോൾ അവിടെ ഒരുപാട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഏട്ടന്മാരുണ്ട്, അനിയന്മാരുണ്ട്, മാമൻ്റെ ഒരു മകൻ്റെ ഇതിൽ അതെന്താണെന്നാണോ. അപ്പോൾ ഓട്ടമൊന്നും ഇല്ലാതെ വെറുതെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അതിന് ആരാണിപ്പോൾ വണ്ടിക്ക് ഓട്ടോറിക്ഷകൾക്ക് ഓട്ടം വിളിക്കുന്നത്? ഓട്ടോറിക്ഷകൾക്കും ഓട്ടമില്ല, ബസ്സിനും ആളില്ല. ആളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ പിന്നെ എവിടെയുള്ള അറിയോ? ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. അതുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ അടിപൊളി റോഡാട്ടോ. ആയിട്ടില്ല, ഇത് അടിപൊളി റോഡ് എന്ന് പറയാനായിട്ടില്ല. ഇനി ഇതിൽ ഒന്നും കൂടി കുറച്ചും കൂടി കനത്തിൽ പൊക്കാണ്ട്. ഇതിപ്പോൾ എന്ത് റോഡാണ്? ഇത് പോകുമ്പോൾ തന്നെ വണ്ടിക്കൊരു പിന്നെ വൈബ്രേഷനും അനക്കോ ഒരു ടയറിൻ്റെ ഒരു റോഡിൻ്റെ അലൈൻമെൻറ്റും ശരിയല്ല, ടയറിൻ്റെ അലൈൻമെൻറ്റും ശരിയല്ല. അതായത് അലൈൻമെൻറ്റ് പറഞ്ഞാൽ മനസ്സിലായില്ല, ഒരേ വിഭാഗത്തിൽ പോകുന്ന ഒരു സംഭവം. അപ്പോൾ ഇവിടെയൊക്കെ മണ്ണ് വേസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും ഇവിടുന്ന് ഒഴിവാക്കേണ്ടതാണ്. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഇവിടുത്തെ നാട്ടുകാരൊന്നും ഒരു പരാതി കൊടുക്കുന്നില്ല. കൊടുത്തിട്ടെന്താ നാണോ മാനോ വേണ്ട ഇന്നെ പോലെ. ശരിക്കും പറഞ്ഞാൽ അതാണ്. ഓ അല്ല കിടങ്ങ് ഭയങ്കര സ്ട്രോങ് ആണ്. ഇവിടെ പകുതി മാത്രമാണ് നമ്മുടെ ഈ എല്ലാ ജോലി, സർക്കാരിൻ്റെ ജോലി മാത്രമല്ല കേട്ടോ. അതെ, റോഡിൻ്റെ പ്രശ്നം കാരണമല്ല മൊബൈലിൽ വേണം, ഇതിൻ്റെ പ്രശ്നം കാരണമല്ല. അപ്പോൾ പിന്നെ ഒക്കെ പകുതിയായിട്ടാണ് ചെയ്യുന്നത്. ഇതിൽ എന്താണാവും ഇങ്ങനെ പകുതി വിദ്യാഭ്യാസം മാത്രം ഉള്ളത് കൊണ്ടാവും ചിലപ്പോൾ പകുതി മാത്രം അറിയുന്ന ജോലി ചെയ്യുന്നത്. മുഴുവനായിട്ടും അറിയുന്ന കോൺട്രാക്ടർമാരോ ഇല്ലെങ്കിൽ മുഴുവനായിട്ടും അറിയുന്ന ഉദ്യോഗസ്ഥന്മാരോ ഇല്ലെങ്കിൽ ജോലിക്കാരോ ആരാണെങ്കിലും, പക്ഷേ ഈ പിന്നെ ഈ പണിയെടുക്കുന്ന ആൾക്കാരില്ലേ ശരിക്കും അവരാണ് ശരിക്കും എഞ്ചിനീയർമാർ. ഏത് ഈ ഡിസൈന് വരയ്ക്കുന്ന ആൾക്കാരല്ല, അതിനനുസരിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. ഒരു കമ്പി കെട്ടല്, അതിൻ്റെ റോഡിൻ്റെ അലൈൻമെൻറ്റ് നോക്കല്, വീതി കൂട്ടല്, അതേപോലെ പിന്നെ ഉയരം, റോഡിന് എന്തൊക്കെ, റോഡിൻ്റെ അവസ്ഥ എന്താണ്, ചെരിവ് എത്ര ഡിഗ്രി ചെരിവുണ്ടാവും, ഇത് വാഹനം വരുമ്പോൾ ഇത് എങ്ങനെ ഓടിക്കണം. ഇപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 35 ഡിഗ്രി ചെരിവിലൂടെ പോകുന്നത്. അതായത് ആ വലതുവശത്തേക്ക് ഇറക്കമാണ്, ഇവിടേക്ക് കയറ്റമാണ്. അപ്പോൾ ഓരോ ഡിഗ്രി അനുസരിച്ചിട്ട് കൊടുക്കണം. അതായത് വാഹനം ചിലപ്പോൾ നല്ല സ്പീഡിലാവും വരുന്നുണ്ടാവുക, ലോഡ് കൂടിയ വാഹനങ്ങൾ. അങ്ങനെ തരംതിരിച്ചിട്ട് ഓരോ ഭാഗത്ത് ഓരോ അലൈൻമെൻറ്റുകളായിട്ടാണ് റോഡിനെ തിരിച്ച് നമ്മൾ ഈ പോണ റോഡൊക്കെ ശരിക്കും കാണുന്നത്. അപ്പോൾ പണി ഒരുപാടുണ്ട്. അപ്പോൾ ഒരു സിനിമയുടെ എഡിറ്റിങ് കണ്ടിരുന്നോ? അത് ഏകദേശം ഒരു 50 ഇഞ്ച് വലിപ്പമുള്ള TV ആവും. അത് ശരിക്കും കാണണങ്ങൾ. അതിൽ ഏറ്റവും ഒരു മൂലയ്ക്ക് അല്ലെങ്കിൽ വലത്ത് സൈഡോ ഇടത്ത് സൈഡോ മാത്രമായിരിക്കും അതിൻ്റെ സ്ക്രീൻ ഉണ്ടാവുക. ബാക്കി ഫുള്ള് എഡിറ്റിംഗ് ആണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഓടിക്കൊണ്ടിരിക്കണ നമ്മൾ റോഡ് ശരിയല്ലെങ്കിൽ കുറ്റാണെന്ന് അല്ല മോശമായ റോഡാണെന്നൊക്കെ പറയണത്. അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട്, അതേപോലെ അതിൻ്റേതായ ഒരു സമയമുണ്ട്. അപ്പോൾ ആ സമയം വരുമ്പോൾ ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുക. ആ പ്രതീക്ഷകളോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. മറ്റുള്ളവനെ ബോധിപ്പിക്കാൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത്. നിങ്ങൾ മാത്രമാണ്. അതായത് മമ്മൂട്ടിയാണ്, മോഹൻലാലാണ്, സച്ചിൻ തെണ്ടുൽക്കർ മൂപ്പർ തന്നെയാണ്. അപ്പോൾ ഞാൻ മാത്രമേ ആവുള്ളൂ, എനിക്ക് വേറൊരു കോപ്പി ഇല്ല. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് വേറെ ഒരാളെയും കോപ്പി ചെയ്യരുത്. കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് പ്രശ്നമാണ്. അത് പിന്നെ അവൻ മറ്റുള്ളവരുടെ ഇടയിൽ വെച്ചിട്ട് അവനെ നമ്മളെ പരിഹസിക്കും. നീ എൻ്റെയാണ്, നീ എൻ്റെ വാങ്ങി ഓൻ്റെ വാങ്ങി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അതാണ് നമ്മുടെ ചെറിയ ലോകം. ഒക്കെ എന്താ പറയുക, രാവിലെ ഇനിയിപ്പോൾ ഞാൻ ലഹരിക്കെതിരെ എന്തെങ്കിലും പറയണമെന്ന് ആലോചിക്കണേ. ലഹരിക്കെതിരെ ഇപ്പോൾ രാവിലെ എണീറ്റ് കൂടുമ്പോൾ തന്നെ ശ്രീകണ്ഠൻ നായർ ഇങ്ങനെ പറയുന്നുണ്ട്, അവിടെ ഇത്ര ആക്കി, ഇങ്ങനെ ആക്കി, അങ്ങനെ ആക്കി, ലഹരിക്കെതിരെ അതാക്കും.
ശരി, നിങ്ങളാക്കണം. നിങ്ങൾ ന്യൂസുകാരെ പറ്റിയിട്ട് നിങ്ങൾക്കുണ്ടല്ലോ ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള സംഭവം. അപ്പോൾ അത് നിങ്ങളൊന്ന് കുറച്ച് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റുണ്ടാവും. പിന്നെ ഞാൻ വേറൊന്ന് പറയട്ടെ, ജനങ്ങളുടെ അടുത്തേക്ക് പോയിട്ട് ലഹരി നിർത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പോൾ നമ്മുടെ അരുൺകുമാർ ചേട്ടന് ഓരോ ജില്ലയ്ക്കിടെയും ഓരോ നാടുകളെയും പോയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ എത്ര ആൾക്കാർ ലഹരി ഉപയോഗിച്ചിട്ട് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ലഹരി പിന്നെ അത് തൽക്കാലം ഒരു മണിക്കൂർ നേരത്തേക്ക് ഒഴിവാക്കിയിട്ട് വന്നിട്ടുള്ള ആൾക്കാരുണ്ടാവും. എന്നിട്ട് അവർ പറയും, ഞാൻ ലഹരി അടിക്കില്ല, ഞാൻ കള്ള് കുടിക്കില്ല, ഞാൻ വെള്ളം അടിക്കില്ല, കഞ്ചാവ് വലിക്കില്ല, ഞാൻ MDMA അടിക്കില്ല. പക്ഷേ അതൊക്കെ അവർ ചെയ്യും. അപ്പോൾ ഏതാ ഈ തീട്ടങ്ങൾ, ഓരോരോ തീട്ടങ്ങൾ റോഡിൽ ഇറങ്ങും. ഒരു തീട്ടം കൊണ്ട് അത് പിന്നെ ഒരു പരസ്യമുണ്ട്. ആ പരസ്യം ഞാൻ കാണിച്ചു തരാം കേട്ടോ നമുക്ക്. അത് ആ കാറുകാരന് വേണ്ടി മാത്രം സമർപ്പിക്കുകയാണ്. ആദ്യമൊക്കെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴേ നല്ല പ്രാഗിയായിരുന്നു. അതായത് ഇവിടെ മറ്റേ വെള്ളമിറങ്ങുന്ന ഭാഗത്തെത്തുമ്പോൾ നല്ല പ്രാഗിയായിരുന്നു. ഇപ്പം പ്രാഗ് കുറച്ച് കമ്മിയായി. ഇപ്പം ഞാൻ ആ പ്രാഗി ആൾക്കാരുടെ അടുത്ത് അല്ലെങ്കിൽ ക്ഷമ ചോദിക്കുകയാണെന്ന് പറയാം. എൻ്റെ മനസ്സ് തന്നെ പറയാം. ചില സമയം അങ്ങനെയാണ്. ചില സമയത്ത് ഒന്നാമത് നമ്മുടെ പിന്നെ എന്താ പറയുക, അന്തരീക്ഷം, സമൂഹത്തിലെ അന്തരീക്ഷം ശരിയല്ല. ഒക്കെ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്ന പോലെ, എന്തൊക്കെ അവന് വല്ലതും എന്തൊക്കെ ഉള്ള പോലെ, എനിക്ക് എന്തോ ഇല്ല ഒരു 10 ഉള്ള മാതിരി. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഒന്നുമല്ല, വെറുതെ ഇതൊക്കെ കാട്ടിക്കൂട്ട് വെറുതെ. ആരെടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ആരും കേൾക്കാനും വരില്ല. നമുക്ക് തുഴയാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആരാ വരിക? അപ്പോൾ പൈസ ഉണ്ടെങ്കിൽ പൈസ തീരുന്നവർ വരും. അതായത് 100 റുപ്യാണെങ്കിൽ ആ 99 റുപ്യ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ 1 റുപ്യക്ക് വേണ്ടി കയ്യാട്ടും. അത് ഞാനായാലും. കാരണം ഞാനിപ്പോൾ ആ കൂട്ടത്തിലല്ലേ. ഇന്നലെ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി ഒരു സന്യാസിയുടെ കഥ പറയാം. മൂപ്പരനെ പറയണത്. അപ്പോൾ സന്യാസി കുളിക്കാൻ വേണ്ടിയിട്ട് നദിയിൽ ഇറങ്ങിയിത്രേ. അപ്പോൾ നദിയിൽ ഇറങ്ങിയിട്ട് മൂപ്പര് ഈ സ്നാനം ചെയ്യാന്ന് പറയും. സ്നാനം, അതായത് കൈക്കൊമ്പിളിൽ വെള്ളം എടുത്തിട്ട് അത് സൂര്യഭഗവാന് 3 പ്രാവശ്യം ഇങ്ങനെ വെള്ളത്തിൽ ഒഴിച്ചിട്ട് വേണം അങ്ങനെ മുങ്ങി കുളിക്കുക. അതൊക്കെ ഓരോ ആചാരം കേട്ടോ, അക്കാടിക്കല്ല. അപ്പോൾ 3ാമത്തേതിൽ വെള്ളം കൈക്കൊമ്പിൽ എടുത്തപ്പോൾ ഒരു തേള് കയ്യിൽ കയറിയിത്രേ. അപ്പോൾ തേളിൻ്റെ സ്വഭാവം എന്താ ശരിക്കും? അതിന് കുത്തുകാന്ന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ തേളിൻ്റെ സ്വഭാവം എന്താ? കുത്തുകാന്ന് മാത്രമേ ഉള്ളൂ. സന്യാസിയുടെ സ്വഭാവം എന്താ? രക്ഷിക്കുവാന്ന്. അപ്പൊ ഞാൻ അയാളടുത്ത് പറഞ്ഞു, പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ കോങ്ങാട് മുതൽ മണ്ണാർക്കാട് വരെ ഒന്ന് പോയിട്ട് വരാം. എത്ര സന്യാസിമാരെ കാണാൻ കഴിയും? അപ്പൊ തേള് കുത്താന്ന് പറഞ്ഞല്ലോ. അപ്പൊ തേള് ഞാനാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു അറിയോ? മൂപ്പരോട് പറഞ്ഞു, പിന്നെ കോങ്ങാട് പോയിട്ട് കാര്യമില്ല, മണ്ണാർക്കാട് പോയിട്ടും കാര്യമില്ല, എല്ലാരും തേളാണ് പറഞ്ഞു. ഒരാൾ പോലും സന്യാസിയായിട്ട് ഇല്ല. ഒക്കെ സന്യാസിയുടെ വേഷവും തേളിന്റെ സ്വഭാവമാണ്. അങ്ങനെയാണ് ഞാൻ മൂപ്പേക്ക് പറഞ്ഞത്. അപ്പോൾ ഈ സന്യാസിയും തേളും കൂടി എന്ത് തെറ്റ് ചെയ്തു എന്നപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കണം, എന്താ ഇപ്പം നമുക്കതിൽ പറയാനുള്ളത്? പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇനി അത്രയും ആയിരുന്നു. അപ്പോൾ മണ്ണാർക്കാട് നല്ല ബ്ലോക്കാണ്. അതായത് ഈ പെരുന്നാളിൻ്റെ ഇന്നിപ്പോൾ 23 പെരുന്നാളിൻ്റെ നോമ്പ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ആളുകൾ പിന്നെ നഗരത്തിൽ ഡ്രസ്സ് എടുക്കാനും വീട്ടിൻ്റെ ആവശ്യത്തിനായിട്ടുള്ള കാര്യത്തിനൊക്കെ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. സുഹൃത്തുക്കളെ, അതാ കാണുന്നില്ലേ, അത് എന്താ സംഭവം എന്ന് അറിയണമെങ്കിൽ നമ്മുടെ പാലക്കാട്
ജില്ലയിൽ മാത്രം കിട്ടുന്ന ഒരു കരിമ്പൻ്റെ പനനൊങ്കാണ്. അപ്പം അന്ന് ഞാനിപ്പോൾ ശ്രീകൃഷ്ണപുരത്തെ യാത്രയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ശരീരത്തിന് ഏറ്റവും നല്ലതാണ്, ശരീരത്തിന് എല്ലാം കൊണ്ടും നല്ലതാണ്. അത് 80 രൂപ അല്ല 10 രൂപേന് ഒരു പീസിന് വരിക. അപ്പോൾ അത് വാങ്ങിയിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഏറ്റവും ശരീരത്തിന് ഗുണം ഉള്ള കാര്യമാണ്. ഭക്ഷണത്തിൻ്റെ ആവശ്യമേ വരുന്നില്ല. അപ്പോൾ സുഹൃത്തുക്കൾ വഴിയിൽ അതൊക്കെ കാണുകയാണെങ്കിലേ അത് മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് കുട്ടികൾക്കും കുടുംബത്തിനും കൊടുത്ത് സന്തോഷകരമായൊരു ജീവിതം നയിക്കുക. അത്ര മാത്രമാണ് ഞാൻ ഇപ്പോൾ പറയണത്. അപ്പോൾ നഗരത്തിൽ നല്ല ബ്ലോക്ക് ഉണ്ട്. രാവിലെ വന്നപ്പോൾ രാവിലെ വന്നിട്ടില്ല, പിന്നെ വരുന്നത് വൈകുന്നേരത്താണ്. കാര്യമായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രതീക്ഷയ്ക്കൊന്നും വകല്ല. കാരണം നോമ്പിൻ്റെ കാര്യമല്ല, നോമ്പ് പോട്ടെ, ആളുകളുടെ കയ്യിൽ പൈസ അല്ല. ഈ ജനങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലാണ് ഈ വാഹനത്തിലെ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഓട്ടോറിക്ഷക്കാർക്ക്, ബസ്സുകാർക്ക്, കച്ചവടക്കാർക്കൊക്കെ പൈസ കിട്ടുള്ളൂ. ഈ പൈസയൊക്കെ ഇപ്പോൾ ആരാ കൊണ്ടുപോകണം അറിയാം നമുക്ക്. ഞാൻ ഇന്നലെ പറയണമെന്ന് എത്തിയതാണ്. അപ്പോൾ നമ്മുടെ പൈസയൊക്കെ കൊണ്ടുപോകണത് പകുതി EMI ആണ് കൊണ്ടുപോകുന്നത്, പിന്നെ പകുതി ബംഗാളികളാണ് കൊണ്ടുപോകുന്നത്, പിന്നെ പകുതി സർക്കാരുമാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ജനങ്ങൾ പണിയെടുക്കണു, ജനങ്ങൾ കഷ്ടപ്പെട്ടിട്ട് EMI അടയ്ക്കണു. കാരണം വെപ്രാളം കൊണ്ട് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കണ്ട. ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരൊറ്റ ലോണിൻ്റെ അടവ് മുടങ്ങിയതിൻ്റെ പേരിൽ വീട്ടിൽ പോയിട്ട് ഒരാളെ അടിച്ച് ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെന്താ പറയുക, ആരെടുത്ത് പറയും? ശരിക്കും ജനങ്ങളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ സർക്കാരിൻ്റെ ചുമതലയല്ലേ? സാധാരണക്കാരന് ഒന്നാമത് സാധാരണക്കാരന് പണിയില്ല. പണിയില്ല പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ പിന്നെ ജോലികളും ഒക്കെ ബംഗാളികളാണ് കൊടുക്കണത്. മീനും പെട്രോൾ പമ്പിലും. അന്ന് ഞാൻ ശ്രീകൃഷ്ണപുരത്ത് കാഴ്ചകൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നെല്ല് കൊയ്യാനും കൂടി ഇപ്പോൾ ബംഗാളിയാണ്. അപ്പോൾ ഇതിലെന്താ സംഭവം എന്നറിയോ? മെയിനായിട്ട് മലയാളിക്ക്, അത് മലയാളി പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ മലയാളി തന്നെയല്ലേ, നമുക്ക് അഹങ്കാരമാണ്. എനിക്ക് പിന്നെ ടൈയും സൂട്ടും കോട്ടും BMW കാറും ആപ്പിളിൻ്റെ ഫോണും ഒക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഇപ്പോൾ സമാധാനപരമായിട്ട് എന്താ പറയുക കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അപ്പോൾ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മടിയൻ മല ചുമക്കുന്നതാണ്. അത് ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, ഞാൻ മറ്റുള്ളവരെ അനുഭവത്തിലൊന്നും പറയില്ല, ഞാൻ എൻ്റേതായ അനുഭവത്തിൽ പറയാം. ഞാനും ശരിക്കിപ്പോൾ മല ചുമക്കാനുള്ള ഒരു പരിപാടിയിലാണ്. മടിച്ച് നിന്നിട്ട് ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കും മടിയായി തുടങ്ങി. ശരിക്കും ഈ തിരക്കൊക്കെ ഇങ്ങനെ നിന്ന് കാണണം. അപ്പോഴാണ് നമുക്ക് പോണവൻ്റെ സമയത്തിൻ്റെ വില എന്താണെന്ന് അറിയാം. ഒരു വിലയില്ലേ ആ പോണതിൽ, ഒരു അർത്ഥമില്ല. ഒരു അർത്ഥമില്ലാത്ത പോക്കാണ് ഈ ട്രാഫിക്കിൻ്റെ ലൈന് മര്യാദകളൊക്കെ പാലിക്കാതെ പോണത്. എന്താ പറയുക, കുടുംബത്തിലുള്ള സന്തോഷ് ജോർജ് കുളങ്ങര ഒരു കാര്യം പറയണ്ടായി, മറ്റേ റോഡിൽ കാണിക്കാത്ത മര്യാദ നിങ്ങൾ സ്വന്തം കുടുംബത്തിൽ കാണിക്കാൻ പോയിട്ട് എന്താണ് പ്രയോജനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ റോഡിൽ എന്തൊക്കെ മര്യാദകളുണ്ട് അത് നമ്മൾ പാലിക്കണം. ആ ചങ്ങായൻ്റെ അലാക്കിൻ്റെ തടി ഓൻ്റെ വണ്ടി കൊണ്ടുവന്നില്ല തേണ്ടി. അപ്പോളേ ഇതാണ് നമ്മുടെ നഗരത്തിൽ തിരക്ക് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇങ്ങടുത്ത്, നിങ്ങൾ ഇടതുവശം മാത്രം ചേർന്ന് പോവാമെന്ന്. അതായത് നിങ്ങൾക്ക് ഇടതുവശങ്ങൾ പോകുമ്പോൾ കാര്യമായിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. വലതുവശമാണ് ഏറ്റവും ഡേഞ്ചറായിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുക്കടെ നിങ്ങൾക്ക് ഇപ്പോൾ സ്പീഡ് പോകേണ്ടി വരും, അല്ലെങ്കിൽ ബാക്കിലോ വന്നിട്ട് നല്ല സ്പീഡിൽ പണി വരും. അത് മൊത്തത്തിൽ അങ്ങനെയാണ്. മിനിഞ്ഞാന്ന് ഒരു കാറുകാരൻ ഈ ഭാഗത്ത് തന്നെ നമ്മുടെ സാമിയ കോംപ്ലക്സിൻ്റെ അവിടെ വെച്ചിട്ട് ഒരു കാറ് ഇന്നോവയാണ്. അപ്പോൾ ആ ഡ്രൈവർ, ആ ഓടിക്കുന്ന ഡ്രൈവർ ഫോണ് ഉപയോഗിച്ചിട്ടാണ് പിന്നെ വാഹനം ഓടിക്കുന്നത് ചെറുതായിട്ട്. അതായത് അപ്പോൾ മൂപ്പർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
മൂപ്പർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും സൈഡ് ആക്കണമെന്നുണ്ട്. അപ്പോൾ ഇതിന് സ്ഥലം കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ കുറേ മുമ്പ് പിന്നാലെ ഇങ്ങനെ പോയി ഒരു 5 മിനിറ്റ് കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞു മുമ്പ് എന്താ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, ഒരു ഇൻഡിക്കേറ്റർ ഇടുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാവും, എന്നാൽ പിന്നെ ഞാൻ എൻ്റെതായ ആ വഴിക്ക് പോകില്ല. പറഞ്ഞപ്പോൾ എനിക്കൊരു അവസരം വരും, അണക്ക് ഞാൻ പണി തരും. അയ്യോ, അപ്പം ഈ റോഡിക്ക് ഇറങ്ങി പണി തരാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഞാൻ പറയട്ടെ, എനിക്ക് പണിയില്ല സത്യം പറഞ്ഞാൽ, സത്യമായിട്ട് ദൈവസത്യം. എന്തെങ്കിലും ഒരു ജോലി നിങ്ങൾ തരും, അല്ലാതെ നിങ്ങൾ അവസരത്തിനായിട്ട് മൂപ്പർക്ക് അവസരം കിട്ടിയാൽ അത്രയ്ക്ക് പണി തരിക അല്ല, അതൊരു കാര്യമാണ്. എന്താ പറയുക, അപ്പോൾ നമ്മുടെ റോഡിൻ്റെ റൂൾസ് അനുസരിക്കാത്തവന് ഒരിക്കലും മര്യാദക്കാരനല്ല. ഞാൻ വേദവാക്യം പറയല്ല കേട്ടോ സുഹൃത്തുക്കളെ, നമ്മൾ റോഡിൽ കാണാറുള്ള കാഴ്ചകളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എത്ര സത്യസന്ധനായിട്ട് ഇരുന്നിട്ടും കാര്യമില്ല. ആദ്യം മുറിക്കപ്പെടുന്ന മരം ഏതറിയോ? വളവുകളില്ലാത്ത മരങ്ങളാണ്. പിന്നീടാണ് വളവും ചുള്ളിക്കമ്പും ഒക്കെയുള്ള കൊമ്പുകളും മരങ്ങളൊക്കെ മുറിക്കപ്പെടുന്നത്. അപ്പോൾ നിങ്ങളേതായ ഒരു വിലയുണ്ട് റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ. അല്ലാതെ നിങ്ങൾ പറമ്പന്തയ്യന്മാരെമാരി ഒരിക്കലും കാട്ടിക്കൂട്ടരുത്. പറമ്പൻ തെയ്യം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ നിങ്ങൾക്ക്? അത് ഒരു പക്ഷിയാണ്. അത് ഇപ്പോൾ അപൂർവമായിട്ടാണുള്ളൂ. ഇവിടെ എൻ്റെ നാട്ടിലൊക്കെ ഉണ്ട്. അത് രാത്രി പുലർച്ചയ്ക്കാണ് അത് ഉറക്കമാണ് വരിക. എന്നിട്ട് അതൊരു ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം കേട്ടോ. അതെന്താ അങ്ങനെ നിങ്ങൾ എന്തൊക്കെ പഠിക്കാനുണ്ട്, ഇതിൽ അറിയാനുണ്ട് കഥകളിലൂടെ.